ഹലോ എവ്രി വൺ, നമ്മളിന്ന് പുതിയൊരു ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് പേപ്പറായ MT2C02 മാത്തമാറ്റിക്സ് 2 എന്ന് പറഞ്ഞ പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് ഈ ഒരു സെമസ്റ്റർ കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സിലബസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. സോ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ നോക്കാം. സോ ലെറ്റ് സീ വാട്ട് വി ഹാവ് ടു ലേൺ ഇൻ ദ സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്റർ പേപ്പറാണ്. ഇപ്പം ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ബേസിക് ഡിഫറൻസിയേഷൻ, ഇൻറ്റിഗ്രേഷൻ, ലിമിറ്റ്സ്, അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ അത്ര മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സാം 60 മാർക്സിനാണ് ഉണ്ടാവുക, ഇൻറ്റേർണൽ 15 മാർക്സിനാണ്. ടോട്ടൽ 75 മാർക്കിലായിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് ഉണ്ടാവുക. ആൻഡ് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു സെമസ്റ്ററിൽ ഈ 3 ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ജെറോൾഡ് മാർട്സൺ ആൻഡ് ആലൻ വേജ്സ്റ്റൻ്റെ കാൽക്കുലസ് 1 ആൻഡ് കാൽക്കുലസ് 2 എന്ന് പറഞ്ഞ 2 ടെക്സ്റ്റ് ബുക്കാണ് ഇനീഷ്യലി ഫോളോ ചെയ്യുന്നത്. ഈ 2 ടെക്സ്റ്റ് ബുക്ക് ആക്ച്വലി നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആണ് അല്ലേ? കാരണം കഴിഞ്ഞ സെമസ്റ്ററിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ ടെക്സ്റ്റ് ബുക്കായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ഭൂരിഭാഗം പോർഷനും പഠിച്ചിട്ടുണ്ടായിരുന്ന കാൽക്കുലസ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റിലും കാൽക്കുലസ് 2 എന്ന് വളരെ കുറച്ച് പോർഷൻ, വളരെ ചെറിയ 2-3 സെക്ഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കാൽക്കുലസ് 1 ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്തതായിരുന്നു. ആൻഡ് കാൽക്കുലസ് 2 ആയിരിക്കും അപ്പം ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ടാവുക. കാൽക്കുലസ് 1 എന്ന് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ആകെ ഒരു സെക്ഷൻ, ഒരു 3 സെക്ഷൻ എങ്ങാണ്ട്, ഒരു ചാപ്റ്ററിലെ 3 സെക്ഷൻ എങ്ങാണ്ട് മാത്രമേ നമുക്ക് കാൽക്കുലസ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിന്ന് പഠിക്കാനുള്ളൂ. ബാക്കി ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കംപ്ലീറ്റ് വരുന്നത് കാൽക്കുലസ് 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിന്നാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി പുതിയതായിട്ട് നിങ്ങൾ അറിയാത്തൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ ഡെന്നിസ് ജി സില്ലിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ്. ഇതും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് 2 മൊഡ്യൂൾ മാത്രമേ ഈ 2 ടെക്സ്റ്റ് നിന്ന് പഠിക്കുന്നുള്ളൂ. ബാക്കി 2 മൊഡ്യൂളും, 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നത് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിന്നാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നിന്ന് പഠിക്കുന്നത് നമുക്ക് നോക്കാം. സോ മൊഡ്യൂൾ 1-ൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 5.1, 5.3 ആൻഡ് 5.6 ഈ 3 സെക്ഷനും എടുത്തിട്ടുള്ളത് കാൽക്കുലസ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിന്നാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അതിനകത്തുനിന്ന് ഈ 3 സെക്ഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി 8th സെക്ഷൻ, 10th സെക്ഷൻ ഒക്കെ വരുന്നത് കാൽക്കുലസ് 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റിലാണ്. ആക്ച്വലി ഈ 2 ടെക്സ്റ്റ് ബുക്കും കണ്ടിന്യൂവേഷൻ ആണ്. കാൽക്കുലസ് 1-ൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയുന്നുണ്ടാവും 6 ചാപ്റ്ററാണ് ഉണ്ടാകുക. ആൻഡ് കാൽക്കുലസ് 2-ൽ 7th ചാപ്റ്റർ തൊട്ടാണ് കണ്ടൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂവേഷൻ പോലെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ എടുക്കുന്നത് മുഴുവൻ മൊഡ്യൂൾ 1-ലും മൊഡ്യൂൾ 2-ലും ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് 1 and 2 ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത് എന്നുള്ളത്. ടെക്സ്റ്റ് 1 എന്ന് ഈ 3 സെക്ഷൻ ആൻഡ് ബാക്കി എല്ലാം ടെക്സ്റ്റ് 2 എന്ന് എടുത്തതാണ്. മൊഡ്യൂൾ 2 കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് 2 എന്നാണ്, അതായത് കാൽക്കുലസ് 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മൊഡ്യൂൾ 1-ൽ പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 5.1 എന്ന് പറഞ്ഞ സെക്ഷൻ പോളാർ കോർഡിനേറ്റ്സ് ആൻഡ് ട്രിഗ്നോമെട്രി ആണ്. ഇപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? നമുക്ക് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനൊക്കെ അറിയാവുന്നതാണ്. അപ്പം അവിടെ X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ് എന്നൊക്കെ പറഞ്ഞ് കോർഡിനേറ്റ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതൊക്കെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഗ്രാഫിംഗ് മെത്തേഡാണ് ഈ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിംഗ് പറ്റുന്നുണ്ട്. അപ്പോൾ ആ പോളാർ കോർഡിനേറ്റ്സ് എന്താണെന്ന് അറിഞ്ഞാലേ ഉള്ളൂ അതിൻ്റെ ഗ്രാഫിംഗ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പോളാർ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ട്രിഗ്നോമെട്രി ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളതോ 5.1 സെക്ഷനിൽ പഠിക്കണേ. പിന്നെ ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ 5.3 എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോളാർ കോർഡിനേറ്റ്സ് പഠിച്ചാൽ അതിൻ്റെ ഗ്രാഫിംഗ് ആണ് നമ്മൾ 5.6 എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കണം. ഇനി കാൽക്കുലസ് 2-ലെ സെക്ഷനാണ്. അതിൽ 8th ചാപ്റ്ററിന് 2 സെക്ഷൻ പഠിക്കാനുണ്ട്, 8.3 ആൻഡ് 8.4. അത് കംപ്ലീറ്റ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ കേസിലാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും സൈൻ എക്സ് കോസ് എക്സ് എന്നൊക്കെ പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലാതെ സൈൻ HX കോസ് HX എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു H കയറി വരുന്ന ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ല വെച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് അതിനെ പറയുക. അപ്പം അങ്ങനത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 8th ചാപ്റ്ററിൽ 8.3, 8.4 എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കാം. ഇനി 10th ചാപ്റ്ററിലെ 3 സെക്ഷനും കൂടി ഉണ്ട്, 10.3, 10.4 ആൻഡ് 10.5.
അതിൽ മെയിനായിട്ട് ആർക്ക് ലെങ്ത്, സർഫസ് ഏരിയ, പിന്നെ കേർവ്സിൻ്റെ പാരാമീറ്ററൈസേഷൻ, അത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലെങ്ത്ത് കാണുന്നത്, അങ്ങനത്തെ ഏരിയ, ആർക്ക് ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ കുറച്ച് എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കുറച്ച് അധികവും ബേസിക്കലി ജോമെട്രി, ഗ്രാഫിങ് അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് പോണത്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് വെച്ച് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത് കംപ്ലീറ്റ് ഇൻ്റഗ്രേഷനും പവർ സീരീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് നോർമൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലൊക്കെ കാണാൻ നമുക്ക് അറിയാവുന്നതാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ 2 കേസസാണ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പഠിക്കുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ പുതിയൊരു കാറ്റഗറി ഓഫ് ഇൻ്റഗ്രൽസ് ആണ്. അത് ഇൻഫിനിറ്റി, അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമ്മൾ 11.3 എന്ന് പറഞ്ഞ സെക്ഷനിൽ മൊഡ്യൂൾ 2 പഠിക്കും. പിന്നെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് വേർഷൻ ഇവിടെ പഠിക്കുന്നുണ്ട്. സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണെന്നുള്ളതൊക്കെ കാണുന്ന പോലെ, അതേപോലെ തന്നെ സീരീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ, അത് ഇൻ്റഗ്രേഷൻ ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അല്ലാതെ കുറച്ച് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ മെത്തേഡ്സാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ 3 മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 3 മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കുക 11.5 എന്ന് പറഞ്ഞ സെക്ഷനിൽ. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് സീരീസിൻ്റെ കൺവേർജൻസ്, ആ കൺവേർജൻസിന് പല റൂൾസ് ഉണ്ട്, കുറേ ടെസ്റ്റുകളുണ്ട് പഠിക്കാൻ, പല തരത്തിലുള്ള സീരീസ് ഉണ്ട്. അതൊക്കെ കൺവേർജ് ചെയ്യാൻ പല തരത്തിലുള്ള ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ആ ടെസ്റ്റുകളാണ്, കമ്പാരിസൺ ടെസ്റ്റുകളാണ് ഈ 12.2 എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള സീരീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് 12.1-ൽ. പിന്നെ ഇൻ്റഗ്രൽസിൻ്റെ കൺവേർജൻ ടെസ്റ്റിനെയാണ് നമ്മൾ 12.3-ൽ റെഫർ ചെയ്യുന്നത്. പിന്നെ പവർ സീരീസിനെ കുറിച്ചാണ്. പവർ സീരീസ്, ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ് ഒക്കെ പവർ സീരീസിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സീരീസുകളും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ കൺവേർജൻസ്, അതിൻ്റെ കുറച്ച് ടെസ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 12.4 ആൻഡ് 12.5-ൽ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇത്രയാണ് കാൽക്കുലസ് 1 ആൻഡ് കാൽക്കുലസ് 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ തേർഡ് ടെക്സ്റ്റ്, അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിന്നാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിൽ മൊഡ്യൂൾ 3-ൽ നമുക്ക് 2 ടോപ്പിക് ഉണ്ട്. വെക്റ്റർ സ്പേസും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ബേസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 7.6 ആൻഡ് 7.7-ൽ നോക്കുന്നത്. ഈ 2 സെക്ഷൻ മാത്രമേ വെക്റ്റർ സ്പേസസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഈ 8th ചാപ്റ്ററാണ് നോക്കുന്നത്. 8.2, 8.3, 8.4, 8.5. ഇനി 4th മൊഡ്യൂളിൽ നമ്മൾ 8th ചാപ്റ്ററാണ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് സെക്ഷൻസിൽ ഈ 8th ചാപ്റ്ററിൽ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യണത് മെട്രിസസും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ്. അപ്പം ഇവിടെ നോക്കിയേ, ലീനിയർ ഓൾജിബ്രിക് ഇക്വേഷൻസ്, അതിനെ സോൾവ് ചെയ്യുന്ന പലതരത്തിലുള്ള മെത്തേഡ്, അവിടെ നിന്നാണ് പിന്നെ നമ്മൾ മെട്രിസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മെട്രിസസിൻ്റെ റാങ്ക്, ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇത്രയാണ് മൊഡ്യൂൾ 3-ൽ വരിക. അതിൻ്റെ ബാക്കിയാണ് മൊഡ്യൂൾ 4-ൽ നമ്മൾ പഠിക്കുന്നത്. മെട്രിസസിൻ്റെ ഇൻവേഴ്സ്, ഐഗൻ വാല്യൂ പ്രോബ്ലം, പവേഴ്സ്, ഓർത്തോഗണൽ മെട്രിസസ്, ഡയഗണലൈസേഷൻ, LU ഫാക്ടറൈസേഷൻ, ഇത്രയും ടോപ്പിക്സാണ് മൊഡ്യൂൾ 4-ൽ പഠിക്കാനുള്ളത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കോളേജസ്, യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള ഒരുപാട് കോളേജസ് ഈ ഒരു കംപ്ലീറ്റ് സിലബസ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. അവർ റിവൈസ്ഡ് സിലബസ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കോളേജസ് റിവൈസ്ഡ് സിലബസ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. റിവൈസ്ഡ് സിലബസിൽ എന്താണെന്ന് വെച്ചാൽ ഇതിലെ പല ടോപ്പിക്കും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിലെ പല ടോപ്പിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. സോ റിവൈസ്ഡ് സിലബസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഈ ഒറിജിനൽ സിലബസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ആ വീഡിയോ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കാണാം. കാരണം ഞാൻ ഈ കംപ്ലീറ്റ് പോർഷൻസ് വീഡിയോ ഇടുന്നുണ്ട്. കാരണം ഒരുപാട് കോളേജസ് ഇതും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കും ടോപ്പിക്ക് മിസ്സായി പോകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് സിലബസ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണാം, അല്ലാത്തത് കാണണം നിർബന്ധമില്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത ദിവസം തൊട്ട് റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സോ താങ്ക് യു.